ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു Q&A ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളതെല്ലാം നിങ്ങൾ ചോദിച്ചിടണം, ഞാൻ അതിനെല്ലാം ആൻസർ ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ ഈ ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിനാണ് നമുക്ക് അതിലൊരു അവർ ചോദിക്കുന്നതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ സെന്റൻസിലായിരിക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് അവരോട് പറയണം, അത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ ചോദിക്കൂ, അപ്പം പിന്നെ അതിനെ ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ പറയാനായിട്ട് പറ്റും. അപ്പൊ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, ഈ ക്രോഷ്യയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കിയാലോ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ആദ്യം വുളൻ നൂലുകൾ, അതിന്റെ വെറൈറ്റി പേരുകൾ, എവിടെ കുറഞ്ഞ വിലക്ക് കിട്ടും, അതിന്റെ വില, അതുപോലെ അതിന്റെ നീഡിലിന്റെ നമ്പർ, പിന്നെ ഏത് നൂലിന് ഏത് നമ്പർ എടുക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ചെങ്കിൽ തിരുവനന്തപുരം ശാന്തഗിരി ആശ്രമത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെയാണ് എനിക്കത് അയച്ചിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് താഴോട്ടുണ്ട് കേട്ടോ. അപ്പം ഇതില് വുളൻ നൂലുകള് നമുക്ക് പഠിപ്പിക്കാനായിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് വലുപ്പമുള്ള ഒരു 4 പ്ലേ 5 പ്ലേ നൂലുകളാണ് എടുക്കാനായിട്ട് നല്ലത്. വുളൻ നൂലുകളെ കഴിഞ്ഞും കുറച്ചും കൂടി പഠിക്കാനായിട്ട് എളുപ്പമുള്ളത് അക്രിലിക് നൂലുകളായിരിക്കും. എൻ്റെ ഒരു സജഷനാണ്. ഇപ്പൊ നിങ്ങൾക്ക് വുളൻ നൂലുകളിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു 4 പ്ലേ 5 പ്ലേ ആണുകളൊക്കെ നമുക്ക് അതിന്റെ കട്ടി അനുസരിച്ച് പഠിക്കാൻ എപ്പോഴും ഒരു 4 mm തൊട്ട് 6 mm വരെയുള്ള നീഡിലുകളായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമ്മളുടെ നൂലുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ഏത് നീഡിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ആ നീഡിൽ ആ ത്രെഡിന്റെ പുറത്ത് അവർ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള നീഡില് മേടിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ പഠിപ്പിക്കാനായിട്ട് മേടിക്കുമ്പം ത്രെഡും നീഡിലും മേടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് സ്റ്റിച്ച് മാർക്കറുകൾ മേടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. കാരണം ആദ്യം ചെയ്യുന്ന കുട്ടികളാവുമ്പം എന്തായാലും അവർ കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ തെറ്റിക്കും. അപ്പോൾ അവർക്ക് സ്റ്റിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് അതും കൂടി ഒന്ന് മേടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാണുള്ളത്. പിന്നെ ഏത് നൂലിന് ഏത് നമ്പർ എടുക്കണം ഞാൻ പറഞ്ഞു, അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് കുറഞ്ഞ വിലക്ക് കിട്ടുന്നത്? ഇത് ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് എനിക്കറിയില്ല, പക്ഷെ ആമസോണിലും നമുക്ക് മീഷോ എന്ന് പറയുന്ന ആപ്പിലും ഒക്കെ നമുക്ക് കിട്ടും നൂലുകള്. പിന്നെ അതല്ലാതെ ഇപ്പൊ ഗൂഗിളിൽ ഇപ്പം വർദ്ധമാൻ, പ്രധാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ സൈറ്റുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ ചുമ്മാ നിങ്ങൾക്ക് വുളൻ ത്രെഡ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അക്രിലിക് ത്രെഡ്സ് ആണെങ്കിൽ അത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും, നിറച്ച ഓപ്ഷൻസ് വരും. അപ്പം ആമസോണിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങളുടെ വില നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് അത് മേടിക്കുക, എന്നിട്ട് പഠിപ്പിക്കുക കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റിന് ആൻസർ ആയി എന്ന് വിചാരിക്കുന്നു. കുറഞ്ഞ വില, പിന്നെ ഏത് ബ്രാൻഡ് പലതുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് മേടിക്കുക. നൂലിന്റെ പുറത്ത് തന്നെ നീഡിലിന്റെ നമ്പറും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടനെ എങ്ങനെ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷൻ ഞാൻ പറയേണ്ടി വരും. കല്യാണത്തിന് മുൻപ് ഞാനൊരു മോഡലായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഒപ്പം തന്നെ ഒരു ഡാൻസറും ആയിരുന്നു. അപ്പൊ പ്രൊഫഷണലായിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ആ ട്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരു ഡാൻസ് ടീമിന്റെ ഒപ്പം ഞങ്ങളൊരു ഗൾഫ് ഷോയ്ക്ക് പോയപ്പോഴാണ് ആ ടീമിൽ ഷാൻചാൻ ഉണ്ടായിരുന്നു. ആ മിമിക്രി അവരുടെ ആ ഒരു ഇതിന്റെ ഒപ്പം ഷാൻചാനും ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു ഗ്യാങ് ആയിരുന്നു കേട്ടോ. അപ്പൊ അവരുടെ ഒപ്പം ഷാൻചാനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ട്രിപ്പായിരുന്നു, ഒരു 2 മാസം ഒരു ഗൾഫ് ഷോ ആയിരുന്നു. അതിന്റെ പ്രാക്ടീസും ആ ഒരു ഷോയിലും ഒക്കെ വെച്ചിട്ടാണ് ഷാൻചാനുമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ചേച്ചി വീട് എവിടെയാ, പിന്നെ ചേച്ചിയുടെ ഫാമിലിനെ പറ്റിയൊക്കെ ഒന്ന് പറയുമോ എന്നും ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എൻ്റെ വീട് തൃശ്ശൂരാണ്. എനിക്ക് വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, 2 ബ്രദേഴ്സ് ഉണ്ട്. മൂത്ത ഒരു ബ്രദറും താഴെയുള്ള ഒരു ബ്രദറും ആണുള്ളത്. മൂത്ത ബ്രദറിന്റെ പേര് ഡാനിഷ്, താഴെയുള്ള ബ്രദറിന്റെ പേര് ഡിൻഡോ. 2 പേരും കല്യാണമൊക്കെ കഴിച്ചു. 2 കുട്ടികൾ വീതമുണ്ട്. അവരുടെ ഭാര്യമാരും വർക്കിംഗ് ആണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഇതാണ് എൻ്റെ ഫാമിലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാവേ.
അടുത്തത് എനിക്കൊരു വലിയൊരു ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഭാഗം മാത്രം വായിക്കാവേ. ക്യാൻ യു പ്ലീസ് ടിപ്പ് ഓൺ ഹൗ ടു മെയിൻറ്റെയിൻ യുവർ ഹൗസ് സോ ക്ലീൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പം എന്താണ് പറയുക, നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡെയിലി ക്ലീൻ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അന്നന്ന് തന്നെ ക്ലീൻ ആക്കി വെക്കുക. നമുക്ക് പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയ്ഡിനെയെങ്കിലും നിർത്തുക. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ക്ലീനിങ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊരു ഡയറിക്കകത്ത് എഴുതി വെക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു ജേർണലിൻ്റെ അകത്തൊക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് എഴുതി വെക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാവേ. നമ്മുടെ വീടിനെ ഇപ്പൊ നമുക്ക് ഒരു മാസത്തിലൊരു 30 ദിവസമാണുള്ളതെന്ന് വിചാരിക്കും. 30 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനെ ഒരു 30 ഡിവൈഡ് ചെയ്യാം. ഇപ്പം കിച്ചൺ കബേർഡ്സ് ഉണ്ടായിരിക്കും, നമ്മളുടെ വാർഡ്രോബുകൾ ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് പറയാ, അങ്ങനെ ഇഷ്ടം പോലെ നമുക്കിപ്പോൾ സോഫാസ് ഉണ്ടായിരിക്കും, മാറ്റുകൾ ഉണ്ടായിരിക്കും, ഫ്ലോർ ക്ലീനിങ് ഉണ്ടായിരിക്കും, ടോയ്ലറ്റ് ക്ലീനിങ് ഉണ്ടായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിൽ മെയ്ഡ് ഉള്ളവരാണെങ്കിൽ അവർ വന്ന് ക്ലീൻ ചെയ്തു പോകുന്ന ഏരിയകൾ എന്തൊക്കെയാണ്, അത് അവർ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ചാർട്ട് ചെയ്ത് വെക്കുക. 30 ഡിവൈഡ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മളുടെ ഒരു ദിവസം ക്ലീൻ ചെയ്യേണ്ട ഏരിയയുടെ അളവ് കുറഞ്ഞു കിട്ടും. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ അപ്പം ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ ഒരു റൗണ്ട് ചെയ്ത് എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത ഭാഗം തൊട്ട് നമ്മൾ ചെയ്യാം. പിന്നെ നമുക്ക് 3 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ, 6 മാസത്തിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പം പ്ലാന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ നമുക്കത് എഴുതേണ്ടി വരും. അപ്പൊ നമ്മൾ അത് എഴുതിയിട്ട് അതിന്റെ താഴെ അതിന്റെ അടുത്ത് 1, 2, 3 എന്ന് എഴുതി വെക്കുക. ഓരോ പ്രാവശ്യം നമ്മളുടെ ആ വർക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പം ആ ബുക്ക് എടുത്തിട്ട് നമ്മളൊന്ന് ഒരു ടിക്ക് കൊടുക്കുക. അത് നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആ ക്ലീനിങ്ങുകൾ കഴിഞ്ഞ് കിട്ടി എന്നുള്ള ഒരിത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ വീടിനെ ഞാൻ മൊത്തത്തിൽ 30 ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ദിവസവും ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കും. ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് പെൻഡിങ് വരും കേട്ടോ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും വർക്ക് കൂടുതലുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകേണ്ട ദിവസങ്ങൾ ഒക്കെ നമുക്ക് അത് പെൻഡിങ് വരും. ചില കാര്യങ്ങൾ നമുക്ക് ചിലർക്ക് അത് 30 ദിവസം കൊണ്ടെന്നുള്ളത് 2 മാസം കൊണ്ടൊക്കെ ആയിരിക്കും ചെയ്തു തീരുന്നത്. എങ്കിലും നമ്മുടെ വീട് നീറ്റായിട്ട് കിടക്കും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എനിക്ക് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഹൗ ഡു യു കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതിനിപ്പോ ഒരു ആൻസർ പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണത്, അത് തന്നെ ആയി വരുന്നതാണ്. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടറും എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങളോ നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കണം, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് തീർക്കണം എന്നുള്ളതെല്ലാം നമ്മുടെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഒന്നെങ്കിൽ നമ്മളതൊരു പേപ്പറിലോട്ട് ആക്കുക, അല്ലെങ്കിൽ നമ്മളത് മൈൻഡിൽ എടുത്തു വെക്കുക. അത് ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു മാസം തീരുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ എത്രയും കാര്യങ്ങൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ ഭയങ്കര എന്താണ് പറയാ, എൻ്റെ മൈൻഡിനെ എപ്പോഴും റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം 1, 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കും. എനിക്കതൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പം റീസെന്റ് ഇപ്പം ഞാൻ ക്രോഷ്യോ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് പുതിയ സ്റ്റിച്ചുകൾ പഠിക്കുക, പുതിയ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ ഇതുകൾ എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ പെയിന്റ് ചെയ്യാനായിട്ടുള്ള ടൈം കണ്ടെത്താറുണ്ട്, വരയ്ക്കാനായിട്ടുള്ള ടൈം കണ്ടെത്താറുണ്ട്, സ്റ്റിച്ച് ചെയ്യാൻ ടൈം കണ്ടെത്താറുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കിയാലേ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ ചെയ്തു നോക്കുക, എന്നിട്ട് അങ്ങനെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കര ഇഷ്ടത്തോട്, ചില കാര്യങ്ങൾ നമുക്ക് അത്രയും താല്പര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ ഒരു ഡിഫറെന്റ് വേയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ഒരു ഇഷ്ടത്തോടു കൂടി ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടിയും ഒന്ന് ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തു തീർക്കാനായിട്ടും പറ്റും. മോട്ടിവേഷൻ പിന്നെ വേറെ ഒരു വലിയ സപ്പോർട്ട് മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്നത് ഫാമിലിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോ നമ്മളൊരു കാര്യം ചെയ്താലും അതിനൊരു അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്.
അങ്ങനെ വലിയൊരു അപ്രിസിയേഷൻ എനിക്ക് എൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും കിട്ടാറുണ്ട്. അതും എനിക്ക് വലിയൊരു മോട്ടിവേഷനാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ക്രോഷ്യ എത്ര നാളായി പഠിച്ചിട്ട്, എവിടെയാണ് പഠിച്ചത് എന്നുള്ളതുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ എന്നെ കണ്ടോണ്ടിരിക്കുന്നത് യൂട്യൂബിലല്ലേ, അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ നിന്നാണ് ക്രോഷ്യ പഠിച്ചത്. അതിന്റെ ബേസിക്സ് പഠിച്ചത് ഞാൻ കുഞ്ഞിലെ പഠിച്ചതാണ്. എന്ന് പറഞ്ഞ ഒരു 7th 8th ആ ഒരു ടൈമിലൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അതിലും ചെറുപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ടൈമിൽ എനിക്കൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ ഏജാണ്. അപ്പം അവളും ഞാനും കൂടിയിട്ട് ഇരുന്നിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ഈ വുളൻ ത്രെഡിൽ സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തലയിലിട്ടിരുന്നത്. ആ ടൈമിൽ അതൊരു ഫാഷനായിരുന്നു. അപ്പം എൻ്റെ അമ്മ എന്നെ കുഞ്ഞിലെ തന്നെ വെക്കേഷൻ ടൈമുകളിലൊന്നും വെറുതെ ഇരുത്തി അങ്ങനെ കളിപ്പിക്കാനൊന്നും അങ്ങനെ അധികം കളിച്ച് സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ക്രാഫ്റ്റിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് കൊണ്ടുപോയി ആക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അവള് പഠിച്ചൊരു കാര്യം അവൾ എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഫ്ലവർ മേക്കിംഗ് ആണെന്ന് തോന്നുന്നു ഞാൻ അന്ന് പഠിച്ചിരുന്നത്, റോസൊക്കെ ഉണ്ടാക്കാൻ. ഓർഗണ്ടി തുണിയാണോ അങ്ങനെ എന്തോ വെച്ചിട്ട് അത് ഞാൻ അവൾക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ പഠിച്ചതാണ്. പക്ഷെ ഞാൻ ആദ്യം പഠിച്ച സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യാണ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പം ഞാൻ ഈ മാറ്റുകൾ, റൗണ്ട് മാറ്റുകളൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അത് എനിക്ക് എവിടെ നിന്നാണ്, ഞാൻ തന്നെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം ബാക്കിലോ ആണ് ഞാൻ ക്രോഷ്യ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ യൂട്യൂബ് എടുക്കും, അതിന്റെ ബേസിക്സ് നോക്കും. ബേസിക് തൊട്ട് എനിക്ക് സ്റ്റിച്ച് അറിയാവുന്നത് കൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ക്രോഷ്യ ഇപ്പം എന്താണ് പറയാ, സിംഗിൾ ക്രോഷ്യോ, ഡബിൾ ക്രോഷ്യോ, ഹാഫ് ഡബിൾ ക്രോഷ്യോ, ഇതിനെല്ലാം സൈൻ ഉണ്ട്. അപ്പൊ ആ സൈൻ ഇട്ടിട്ട് പാറ്റേൺ നോക്കി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഓരോ പാറ്റേണുകളും അവര് പറയുന്ന അനുസരിച്ച് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് വരുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. തെറ്റിയാലും അഴിച്ചിട്ട് പിന്നെയും ചെയ്യും. ഭയങ്കര കനം കുറഞ്ഞ ത്രെഡിൽ വരെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ചെറിയ ചെറിയ ക്രോഷ്യയുടെ ഓർണമെന്റ്സ് എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്ത് നോക്കുമായിരുന്നു. നമ്മൾ ചെയ്യും തോറുമാണ് ഇതിന് ഫിനിഷിങ്ങും വരുന്നത്. ചെയ്യും തോറും നമുക്ക് കുറെ പാറ്റേൺസ് നമ്മളുടേതായിട്ടുള്ള ഐഡിയകളിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് വീഡിയോകൾക്ക് മുൻപ് ഒരു കുട്ടി ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു ഇതും കൂടി പറയാം കേട്ടോ. എങ്ങനെയാണ് ചേച്ചി നമുക്ക് ക്രോഷ്യ ചെയ്യുമ്പോൾ അത് നമ്മളുടേതായിട്ടുള്ള ഒരു പാറ്റേണിൽ അതിനൊരു ഡിഫറെന്റ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നൊരു കുട്ടി എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചെയ്യും തോറും നമുക്ക് അതിന്റെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഡെയിലി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ അകത്തുള്ള അറിവ് കൂടി വരും. അപ്പം നമുക്ക് ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് അത് കുറച്ചും കൂടി മനസ്സിലാകാൻ തുടങ്ങും. കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഇതിങ്ങനെയാണല്ലോ, ഇത് മറ്റേ പാറ്റേണിൽ യൂസ് ചെയ്തതാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഔട്ടറിൽ കിട്ടുന്ന എല്ലാ സ്റ്റിച്ചുകളുടെ എണ്ണം എത്രയാണ്, എത്ര സ്റ്റിച്ചുകൾ അത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പൊ ഒരു 12 സ്റ്റിച്ചാണ് നമുക്ക് ഔട്ടറിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് 4ന്റെ ഒരു ഇതും വരുന്നുണ്ട്, 3ന്റെ ഇതും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 4ആയിട്ട് വേണമെങ്കിൽ ആ ഒരു ഇതിനെ നമുക്ക് സ്ക്വയർ ആക്കി എടുക്കാനായിട്ട് പറ്റും. അതിനെ ആംഗിൾ തിരിച്ച് സ്ക്വയർ ആക്കി എടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്ക് 3 വെച്ച് നമുക്ക് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ചെയ്തിട്ട് വേറെ പാറ്റേൺ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്തോരം മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അതങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് പുതിയ പാറ്റേണുകൾ നമുക്കൊന്ന് മാറ്റി ചെയ്താലോ എന്ന് തോന്നും. അങ്ങനെയാണ് നമുക്ക് പുതിയ പാറ്റേണുകളൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇപ്പൊ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആള് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പം അത് ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും. ഒത്തിരി പ്രാവശ്യം എനിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അത് പിന്നെയും രണ്ടാമത് നമ്മൾ അഴിച്ച് രണ്ടാമതും ചെയ്യുക.
ഒരു പോയിന്റിൽ എനിക്ക് നമുക്കത് കിട്ടും. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു ഫിലിം കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്കൊരു പാറ്റേൺ നോക്കിയിട്ട് അത് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് അത് ഇങ്ങനെ ചെയ്താൽ റെഡിയാവും, അത് എങ്ങനെ ചെയ്താൽ റെഡിയാവും ഇങ്ങനെ ആലോചിച്ച് ആ ഫിലിം കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് എനിക്ക് അതിന്റെ ഒരു ഇത് കിട്ടിയത്. ഞാൻ പിറ്റേ ദിവസം തന്നെ അത് വേഗം അതുപോലെ ചെയ്തു നോക്കി, കറക്റ്റ് ആയിട്ട് വരികയും ചെയ്തു. അപ്പൊ നമുക്കത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അതുമായിട്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ആൻസറുകളും കിട്ടും കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യന് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇയാള് എനിക്കൊരു 7 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ കുറെ എണ്ണത്തിനൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്രോഷ്യ അല്ലാതെ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഹോബി എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രോഷ്യ അല്ലാതെ ഞാൻ ചെയ്യുന്ന ഹോബികൾ കുറേ സമയം ഞാൻ ഇരുന്ന് സിനിമ കാണും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രോ ചെയ്യാറുണ്ട്, പെയിന്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, അതാണ് വേറെ കാര്യം. പിന്നെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഇപ്പം കുട്ടികൾക്ക് ടവൽസ് കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ടൈം കിട്ടുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ഫ്ലവർ മേക്കിംഗ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ വക കാര്യങ്ങളെല്ലാം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചില ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പം ഞാനത് നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നത്. വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇഷ്ടംപോലെ സമയം ഞാൻ സിനിമയും കാണാറുണ്ട് കേട്ടോ. കുറേ സിനിമ കാണുന്ന ഒരാളാണ്. പിന്നെ ഈ കുട്ടി ചോദിച്ചേക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ മെനു പ്ലാനിങ് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാനായിട്ട് നോക്കാവേ. കാരണം ഞാൻ അങ്ങനെ മെനു പ്ലാനിങ് ചെയ്യുന്ന ഒരാളല്ല. മാക്സിമം ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ ഉണ്ടാക്കി അത് എത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പം അങ്ങനെ പ്ലാൻ ചെയ്താലൊന്നും കൃത്യമായിട്ടൊന്നും അതുപോലെയൊന്നും നടക്കത്തൊന്നുമില്ല. കാരണം ഇവിടെ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും നമ്മളുടെ മെനു പ്ലാനിങ്ങിൽ വരുന്ന ഒരു കാര്യം. ഇപ്പം ചില ആൾക്കാർക്ക് ചില സാധനങ്ങൾ ഒട്ടും കഴിക്കാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ശീലിച്ച് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീട്ടിലിപ്പം ഞങ്ങൾ 4 പേരാണല്ലോ ഉള്ളത്. അപ്പൊ അതില് ഷാൻചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡുകൾ, അതായത് ഇപ്പോൾ ഇന്ന് കുക്ക് ചെയ്തത് നാളെ വരെ കഴിക്കാം, അതല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് കഴിക്കൂല. അപ്പം നമുക്ക് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് അങ്ങനത്തെ പരിപാടികൾ ഇവിടെ നടക്കില്ല. മാക്സിമം ഇന്ന് നാളെ 2 ദിവസം, അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ കട്ട് ചെയ്തൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ വാഷ് ചെയ്ത് നീറ്റാക്കി ബോക്സിൻ്റെ അകത്താക്കി അതും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. കുക്കിംഗ് ഒക്കെ അപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മെനു പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്താ ചെയ്യണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് വേഗം എടുത്ത് ചെയ്യാം. ആകെ ഞാൻ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ വല്ല സമൂസ, കട്ട്ലേറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യാറുള്ളതും കേട്ടോ. പിന്നെ സാലഡ് റെസിപ്പീസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇടാം. പിന്നെ ചോദിച്ചേക്കുന്നത് ഹൗ യു ട്രൈ ടു ബി പോസിറ്റീവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ആകാനായിട്ട് അതിപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കണോ നെഗറ്റീവായിട്ട് ഇരിക്കണോ എന്നുള്ളത് നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻസും നമ്മൾ ഇടപഴകുന്ന ആൾക്കാരും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും എനിക്കിവിടെ അങ്ങനെ കൂടുതൽ സമയം ഇപ്പൊ ഷാൻചേട്ടനും 2 പിള്ളേരും അല്ലേ കൂടുതലും ഉള്ളത്. അപ്പോൾ അവരുമായിട്ടാണ് എനിക്ക് അങ്ങനെ അധികം ഇതുകളില്ല. പിന്നെ എങ്ങാനും ഇടയ്ക്ക് വല്ല തല്ലുകൂട്ടോ ബഹളമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിണങ്ങി ഇരിക്കേണ്ടി വന്നാൽ തന്നെ പിണങ്ങിയിരിക്കാനും സമ്മതിക്കാറില്ല. അപ്പോഴേ വന്ന് ഇങ്ങനെ കുത്തി നമ്മൾ ഇളക്കും. അപ്പോൾ അതാണ് ഞാൻ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കാനൊന്നും അങ്ങനെ സമയം തരാറില്ല. പിന്നെ എന്നോട് അടുത്ത് ചോദിച്ചേക്കുന്നത് പോയ പ്ലേസ് വീണ്ടും പോകാൻ ഇഷ്ടമുള്ള പ്ലേസ് ഏതൊക്കെയാണ് എന്നുള്ളത്, ട്രാവൽ ചെയ്യാനൊക്കെയാണെന്ന് തോന്നുന്നു ചോദിച്ചേക്കുന്നത്. ഞാനങ്ങനെ ഒരുപാട് പ്ലേസ് ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ല. പിന്നെയും പോകണമെന്ന് ഈ പോയ സ്ഥലങ്ങളിലൊക്കെ പിന്നെയും പോകണമെന്നാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ബാങ്കോക്ക്, പിന്നെ പട്ടായ, പിന്നെ എവിടെയാണ് പോയിരിക്കുന്നത്, ഫുക്കറ്റ്, ദുബായ് ഗൾഫ് കൺട്രീസ് കുറെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഈ വക സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ബാലി സ്ഥലങ്ങളിലൊക്കെ പിന്നെയും പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അറേഞ്ച്ഡ് ഓർ ലവ് മാരേജ്. അപ്പൊ ഞങ്ങളുടെ ഒരു ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഷാൻചാനാണ് എന്നെ ആദ്യം പ്രപ്പോസ് ചെയ്തത്. അപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ആ ട്രിപ്പിന്റെ ഇടയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ എന്നോട് പറയണതിന് മുമ്പ് ആദ്യം തന്നെ എൻ്റെ ഫാമിലിയോട് ചോദിച്ചിട്ട് അവരുടെ ഒരു പകുതി സമ്മതം മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിലോട്ട് വരൂ എന്നിട്ട് തീരുമാനിക്കാം എന്നുള്ളതൊക്കെയായിരുന്നു. അപ്പൊ എന്നോട് പ്രപ്പോസ് ചെയ്തപ്പോഴും എൻ്റെ ആൻസറും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ചോദിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കല്യാണം ജാനുവരിയിൽ ഉറപ്പിച്ചിട്ട് ഒക്ടോബറിലാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. അപ്പൊ ഒരു 10 മാസം ഞങ്ങൾക്ക് പ്രേമിക്കാനായിട്ട് കിട്ടി. അപ്പൊ അത് അങ്ങനെയാണ് ഞങ്ങളുടെ ലവ് മാരേജ് ആയത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാട്ട് ആർ ദ ഫ്യൂ ലൈഫ് ലെസൺസ് യു ലേൺഡ് ഫ്രം യുവർ എക്സ്പീരിയൻസ്? ലൈഫ് ലെസൺസ്, നമ്മളൊരാൾക്ക് എന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മളൊരാൾക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം തിരിച്ചു കിട്ടും. നമ്മളൊരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതായത് പ്രത്യേകിച്ച് ലുക്ക് വൈസ് ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം ഒരാളുടെ കഴിവ് അയാൾക്കേ അറിയുള്ളൂ. അയാൾക്ക് പോലും അറിയില്ലായിരിക്കും ചിലപ്പോൾ അയാളിൽ എന്തോരം കഴിവുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരാളെ കണ്ട ഉടനെ നമ്മൾ ഒരാൾക്ക് മാർക്ക് ഇടരുത് എന്നുള്ളത് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച ഞാൻ ഏറ്റവും വലിയൊരു പാഠമാണ്. നമുക്ക് ചില സമയങ്ങളിൽ നമ്മളൊരു എന്താണ് പറയാ, നമ്മളെ കഴിഞ്ഞും ഒരുപാട് പൊട്ടൻഷ്യലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ എൻ്റെ ഈ വീഡിയോ കാണുന്നത് പോലും എന്നെ കഴിഞ്ഞും ഒരുപാട് കഴിവുള്ള ആൾക്കാരായിരിക്കും കാണുന്നത്. അവർക്ക് പുറത്തോട്ട് വരാനോ അല്ലെങ്കിൽ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് ഒരവസരം കിട്ടാഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇഷ്ടത്തോടു കൂടി കാണുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതിലൊരാളായിരുന്നു ഞാനും. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനായിട്ട് തന്നെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് മുമ്പോട്ട് വന്ന് ഇപ്പൊ ഞാൻ എൻ്റെ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പം എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ കഴിവുകൾ നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു എന്താണ് പറയാ, ഇന്ന ടൈമൊന്നുമില്ല. ഞാൻ വൈകി പോയല്ലോ, അയ്യോ താമസിച്ചു പോയി, ഇനിയിപ്പോ എനിക്ക് എൻ്റെ ഈ പ്രായത്തിൽ ഇനി ഇതൊക്കെ നടക്കുവോ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നുമില്ല. ഇപ്പം നമുക്കിപ്പം ചില ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ചില ക്ലാസ്സുകൾ ഇടാൻ വേണ്ടിയിട്ടോ ഒക്കെ ഇങ്ങനെ ബാക്കിലോട്ട് നിൽക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ മതി, ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ പേടിക്കാണ്ട് നമ്മളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കുറച്ചും കൂടി നല്ല നല്ല എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടാവും. കുറച്ചും കൂടി നമ്മൾ പഠിക്കാൻ പറ്റും നമുക്ക് ലൈഫിനെ പറ്റിയിട്ട്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. എല്ലാവരും അത് ഫേസ് ചെയ്തു പോകുന്നത് പോലെ നമ്മളും അത് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഇതൊക്കെയാണ് ഞാൻ ലൈഫ് ലെസൺസ് പഠിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരോടും ചിരിച്ച് നമ്മൾ സംസാരിക്കുക. അപ്പൊ നമ്മൾ ഒരാളോട് കാണുമ്പോൾ എപ്പോഴും നെഗറ്റീവ് സംസാരിക്കാതിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്കുള്ള കുറവുകൾ നമ്മൾ എപ്പോഴും ആലോചിക്കാണ്ട് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളും പോസിറ്റീവും ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ താഴോട്ട് നോക്കി കഴിയുമ്പോൾ നമ്മളെ കഴിഞ്ഞും താഴെയുള്ള എത്രയോ ആൾക്കാർ സന്തോഷത്തിൽ ജീവിക്കുന്നവരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്കും നല്ല ഇത്രയൊക്കെ അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഹായ്, ഐ റെഡ് സംവെയർ ദാറ്റ് യു ഹാവ് ബീൻ മിസ് തൃശ്ശൂർ, ക്യാൻ യു പ്ലീസ് ഷെയർ യുവർ ജേർണി എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മിസ് തൃശ്ശൂർ ആയത് 2002 2002 എന്ന് പറയുമ്പം ഞാൻ ഒരു +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഞാൻ ആ ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. അതിനു മുൻപ് ഞാനൊരു 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മോഡലിംഗ് വർക്കാണ് കേട്ടോ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ തിയേറ്ററിലൊക്കെ വരുന്ന ആഡുകളുണ്ട്. ആ സമയത്തൊക്കെ തിയേറ്ററിൽ ഒരുപാട് ജ്വല്ലറീസിന്റെയും ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ ആഡുകൾ വരുമായിരുന്നു നമ്മൾ പടം തുടങ്ങുന്നതിന് മുമ്പ്. അങ്ങനത്തെ വർക്കുകളും സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സും നമ്മൾ ഈ ഹോർഡിങ്സുകളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ജ്വല്ലറികൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റൈൽസിനും വർക്ക് ചെയ്തിട്ടുണ്ട്, കറി പൗഡറുകൾ, ജാക്സൺ പ്രഷർ കുക്കർ, ഇതൊക്കെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള വർക്കുകളാണ് ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു
റാമ്പിലോട്ട് വരാനും അങ്ങനെയുള്ള കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനോ ഒന്നും നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ഞാൻ പോലും അറിയാതെയാണ് എനിക്ക് തോന്നുന്നു അമ്മച്ചിയും എൻ്റെ ചേട്ടനും കൂടിയിട്ടാണ് അതിലേക്ക് എൻ്റെ ഒരു ഇത് കൊടുത്തത്, ഫോട്ടോ കൊടുത്തത്. എനിക്ക് സെലക്ഷൻ കിട്ടി. പക്ഷെ സെലക്ഷൻ കിട്ടിയിട്ട് എനിക്കൊരു ഭയങ്കര ഒരു പേടിയായിരുന്നു ഉള്ളിൻ്റെ അകത്ത് ആ കോമ്പറ്റീഷന് പോവാനും മത്സരിക്കാനും ഒക്കെ ആയിട്ട്. എനിക്ക് വേറൊരു കുട്ടി ഒരു രസകരമായിട്ടുള്ള കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇതിന്റെ കവർ പേജ് വന്നിട്ടുണ്ടായിരുന്നു. അതില് ചേച്ചി വിന്നറായിരുന്നു, ഫസ്റ്റ് റണ്ണർ അപ്പ് ഗോപികയാണ് എന്നുള്ളതൊക്കെ ആയിരിക്കും പറഞ്ഞിട്ട്. ശരിയാണ്. അതില് ആ കോമ്പറ്റീഷന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പോകാനായിട്ട്. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം റാമ്പ് വോക്ക് ചെയ്യണം, നമുക്ക് കുറച്ചൊരു 3-4 ഡ്രസ് ഓരോരോ റൗണ്ടുകളുണ്ട്, അതിനനുസരിച്ച് ഡ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പരിചയമുള്ള ഒരാളെ കണ്ടു ഞാൻ അവിടെ. അതാണ് ഗോപിക. കാരണം ഗോപികയും ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്. ഞങ്ങൾ 10 വരെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്, തൊട്ടടുത്തടുത്ത ബെഞ്ചിൽ ഇരുന്നിട്ട്. അപ്പൊ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ആ കോമ്പറ്റീഷനിൽ കയറിയത്. ഈ പറഞ്ഞ മാതിരി അതിന്റെ ടൈറ്റിൽ എനിക്ക് വിൻ ചെയ്യാനുള്ള ഭാഗ്യവും ദൈവാനുഗ്രഹവും അന്നുണ്ടായി. അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി വർക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്ന മാതിരിയുള്ള വർക്കുകളും കാര്യങ്ങളെല്ലാം ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഇയർ ഞാൻ ഓൾ കേരള ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിലും ഒരുപാട് ഫ്രണ്ട്സിനെയും ആൾക്കാരെയും ഒക്കെ ഞാൻ പറയുന്നില്ല പേര്, കാരണം ഒരു ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ആ ഒരു അവരുടെ ഒരു സ്റ്റാർട്ടിങ് പീരീഡ് ഒക്കെ ആ ടൈമിലുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സർക്കിളായിരുന്നു. അതിലും എനിക്കൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. അതില് എനിക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് മോഡൽ ഇൻ കേരള എന്നും പറഞ്ഞ് 2003 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2004 എൻ്റെ കല്യാണം നടക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ പയ്യെ എനിക്ക് മോള് വന്നപ്പോഴത്തേനും കൺസീവ് ഒക്കെ ആയി കഴിഞ്ഞപ്പം പിന്നെ നമ്മളുടെ വർക്കുകളും കാര്യങ്ങളും എല്ലാം പയ്യെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഇതാണ് എൻ്റെ അതിൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ യു മെയിൻറ്റെയിൻ ദ കിച്ചൺ ദിസ് മച്ച് നീറ്റ്ലി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതില് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ. എനിക്ക് ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണെന്നുള്ള. ഒന്നാമത്തെ കാര്യം, നമ്മൾ കിച്ചണിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ പുറത്ത് നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അത്രയും സാധനങ്ങളെ നമ്മൾ വെക്കാവുള്ളൂ എന്നുള്ളതാണ്. അതായത് എനിക്കത് എടുത്തു മാറ്റി എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയുള്ള സാധനങ്ങളെ ഞാൻ വെക്കാറുള്ളൂ. ഞാനിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഈ പുറത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ കബേർഡ്സിന്റെ അകത്ത് വെച്ചിട്ട് എല്ലായിടും തുടച്ച് നീറ്റാക്കിയിട്ടിട്ടാണ് ഞാൻ പോകാറുള്ളത്. അപ്പം എനിക്ക് അതിന് മാറ്റാവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പിന്റെ പുറത്ത് ഞാൻ എപ്പോഴും വെക്കാറുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമുക്ക് ഡെയിലി എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കാം. പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് ചെറിയ ടിപ്പുകളും കാര്യങ്ങളുണ്ട്. ഞാൻ അതെന്റെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നീറ്റ് ക്ലീൻ ആക്കാനും ഇതിനുമൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അതൊക്കെ എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിടാവേ. മെയിൻ ആയിട്ട് ഇതാണ്, നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അപ്പൊ തന്നെ നീറ്റാക്കി ക്ലീൻ ആക്കി ഇടുക. പിന്നെ അവിടെ ഇവിടെയും നമുക്ക് വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മൾ കാണിക്കാൻ വേണ്ടി വെക്കരുത്. കാരണം അത് നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം നമ്മുടെ കിച്ചണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുക, അത് അവർക്ക് യൂസ് ആയിക്കോളും. അങ്ങനെയും നമ്മൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഇപ്പൊ ഈ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റാനായിട്ട് നോക്കുക. അപ്പൊ തന്നെ പകുതി വീട് ക്ലീൻ ആയി കിടന്നോളും. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഹായ് ചേച്ചി, കുഡ് യു സജസ്റ്റ് മീ സം ടിപ്സ് ടു സ്റ്റാർട്ട് ആൻ ഓൺലൈൻ ക്രോഷ്യറ്റ് ബിസിനസ്. ക്രോഷ്യറ്റ് ബിസിനസ് തുടങ്ങാനായിട്ട് ഞാൻ അത്ര വലിയ അറിവുള്ള ആളൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യം ഞാൻ ഷെയർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ച കുട്ടിക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് അടുത്ത എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ക്രോഷ്യോന്റെ പ്രൊഡക്റ്റുകൾ ഞാൻ എപ്പോഴും ക്രോഷ്യോ എന്നാ പറയാ. നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ക്രോഷ്യ എന്നാണ് കറക്റ്റ് പറയേണ്ടത്. അതും എനിക്ക് തിരുത്തിയിട്ട് എനിക്ക് കമന്റിൽ വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ എൻ്റെ അടുത്ത ഒരു ഫ്രണ്ട് സർക്കിളിൽ മാത്രമാണ് എൻ്റെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്.
ഇതിപ്പം നമ്മളൊരു കാര്യം നമ്മൾ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം പ്രൊഡക്റ്റുകൾ വെക്കുക ആദ്യം. അതായത് ഇപ്പോൾ ഒരു 5 പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ സെല് ചെയ്യാനായിട്ട് നോക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈസ് നമ്മൾ ഇടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തു, എത്ര നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് ആയി, ഇതെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ അതിന്റെ പ്രൈസ് ഇടാനായിട്ട്. ഇപ്പം എത്ര അവർ വർക്ക് ചെയ്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിന് പ്രൈസ് ഇടാനായിട്ട്. ഇപ്പൊ നമുക്ക് നൂലിന്റെ മാത്രമായിരിക്കില്ല അതിൽ വെക്കുന്ന ബട്ടൺസ്, പ്രസ് ബട്ടൺസ് ഉണ്ടായിരിക്കും, പിന്നെ ബാഗിന്റെ അക്സസറീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ നമ്മൾ എന്ത് വർക്കാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന അക്സസറീസിന്റെ എല്ലാം നമ്മൾ കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ അതിന്റെ പ്രൈസ് ഇടാനായിട്ട്. അതും ഓവർ പ്രൈസ്ഡ് ആവാനായിട്ട് പാടില്ല. നമുക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ഇട്ടിട്ട് വേണം ബിസിനസ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ തുടക്കത്തിൽ നമ്മളൊരു 4-5 പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് സെല് ചെയ്യാനായിട്ട് നോക്കിയാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഒരു ക്രോഷ്യ ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ മുമ്പ് ചിന്തിച്ചിരുന്ന ഒരു കാര്യമായിരുന്നത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും ഓർഡർ അനുസരിച്ച് എടുത്ത് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് കുറച്ചും കൂടിയും സ്ട്രെസ് കൂടുതൽ കിട്ടുന്ന ഒരു, ഇഷ്ടംപോലെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർഡർ അനുസരിച്ച് എടുത്തിട്ട് ആ ടൈമിന്റെ ഉള്ളിൽ ആ സാധനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്ട്രെസ് തരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അവര് പറയുന്ന ചിലപ്പോൾ നൂല് കിട്ടണമെന്നില്ല, പിന്നെ പറയുന്ന സമയത്ത് നമ്മുടെ വർക്ക് ചെയ്ത് എനിക്ക് വേറെ വർക്ക് ചെയ്യുന്ന വേറെ ആൾക്കാരൊന്നുമില്ല, നമുക്ക് സ്റ്റാഫ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ തന്നെ വർക്ക് ചെയ്യണം, ഞാൻ തന്നെ ആ സമയത്തിൻ്റെ ഉള്ളിൽ അവരോട് പറയുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ഓൺലൈൻ ബിസിനസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പ്രൊഡക്റ്റുകൾ ചെയ്തു വെക്കാം. നമ്പർ ഓഫ് പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നമ്പേഴ്സ് നിങ്ങൾക്ക് ചെയ്ത് വെച്ച് ഓൾറെഡി അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും, ഫോട്ടോസ് എടുത്തിട്ട്. അപ്പൊ ഇത്ര പ്രൊഡക്റ്റ് ആണ് ഇതിലുള്ളത് എന്നും പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പൊ നേരത്തെ പ്രൊഡക്റ്റുകൾ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഓർഡറുകൾ അനുസരിച്ച് ചെയ്ത് കൊടുക്കാനാണ് താല്പര്യമുള്ളവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് ടൈം ചോദിക്കുക. ഇത്ര ടൈം എനിക്ക് തരണം, ഇത്ര ടൈം എനിക്ക് തരണം. ഇനി നിങ്ങൾ അതിന് ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം കൂടി ഡിലേ ആവും നിങ്ങളുടെ പ്രൊഡക്റ്റ് അയക്കാനായിട്ട് എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക, അവരുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ഉള്ള ആൾക്കാരോട് പറയാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഡിനി എവിടെ നിന്നാണ് ടോപ്പ് എടുക്കുന്നത്? ഞാൻ വീഡിയോസ് കാണുമ്പോൾ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും, സൂപ്പർ സെലക്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാനത് മുമ്പ് വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഷോപ്പുണ്ട്, പാരീസ് ഡി ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഞാൻ കൂടുതലും സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത്. അവിടെ കുർത്താസ് ഉണ്ട്, അതും ഞാൻ മേടിക്കാറുണ്ട്. പിന്നെ മിലിനിന്ന് മെറ്റീരിയൽസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ. ഓൺലൈനിൽ ഞാൻ ചിലപ്പം ഇങ്ങനെ ഇൻസ്റ്റഗ്രാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമല്ലോ. കുറേ സൈറ്റുകൾ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഏതെങ്കിലും സൈറ്റിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം റാൻഡം ഞാൻ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പം ചിലത് നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഈ ഓൾറെഡി ഞാൻ ഈ ഇട്ടിരിക്കുന്ന ടോപ്പ് തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ അത് ഇന്ന സ്ഥലമൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, കുറേ സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കാറുണ്ട്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അത് വായിക്കണ്ട, കാരണം അത് ഭയങ്കര ഒരു ഓഫേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി ആൻഡ് മൈൻഡ് ബ്ലോയിങ് സ്മൈൽ? അത് വായിക്കണോ? പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഹൂ ഡിഡ് യു വാണ്ട് ടു ബി? ഹൗ യു മാനേജ് ഇറ്റ് ആഫ്റ്റർ യുവർ മാരേജ്? അതില് ഇപ്പം എനിക്ക് മെഡിസിൻ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പഠിക്കാനും. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ആളാണ് കേട്ടോ. അപ്പൊ അതായിരുന്നു, മെഡിക്കൽ ഫീൽഡായിരുന്നു എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം. പിന്നെ ഞാൻ ഇപ്പം സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ VHSCയിലാണ് പഠിച്ചത്. അപ്പൊ എൻ്റെ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ചിങ് ആണ്.
അപ്പം അതിലോട്ടും പയ്യൊരു ഇൻട്രസ്റ്റ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹൗ ഡു യു മാനേജ് ഇറ്റ് ആഫ്റ്റർ യുവർ മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ആണ് നമ്മളെ കൊണ്ട് ഓരോ ഡിസിഷൻസ് എടുക്കാനായിട്ട് നിർബന്ധിതരാകുന്നത് നമ്മൾ. കാരണം ഇപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം വേറെ ഒന്നാണ് നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എനിക്ക് +2 കഴിഞ്ഞ സമയത്ത് വീട്ടിൽ കുറച്ച് ഇതുകളും സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് എൻ്റെ ഫർദർ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ടൈമിൽ, പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ ബിസി ആയിരുന്നു. ഡിഗ്രി ചെയ്യുന്നുണ്ടായിരുന്നു. ഡിഗ്രി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ മാരേജ് കഴിയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മാനേജ് ചെയ്യാനായിട്ട്. അതാണ് സത്യം. കാരണം ഷാജാനാണെങ്കിൽ ഓടി നടന്ന് വർക്ക് എടുക്കുന്ന ഒരു ടൈമാണ്. കാരണം അങ്ങനെ കയറി വരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഒട്ടും വീട്ടിലുണ്ടാവില്ല. പിന്നെ മോള് പെട്ടെന്ന് വന്നു. അപ്പം പിന്നെ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണം. അമ്മച്ചി ഉണ്ടായിരുന്നു ഇവിടെ, അപ്പൊ അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കാനും ചിന്തിക്കാനും ഒന്നും ടൈം ഉണ്ടായിരുന്നില്ല. ഒരുപാട് നമുക്ക് അതിന്റെ ഒരു തിരക്കിലായിരുന്നു. നമ്മളൊന്നൊരു സ്റ്റാൻഡ് ഒന്ന് വേറെ ഉറപ്പിക്കാനുള്ള ഒരു തിരക്കിലും ബഹളത്തിലും ആയിരുന്നു കേട്ടോ ആ ഒരു ടൈമിലൊക്കെ. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും നമ്മളുടെ പഴയ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം വരും. ഞാനത് ഷാൻജാനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ കുട്ടികൾ കുഞ്ഞായിരുന്ന ടൈമിലും ഒക്കെ ഞാൻ ക്രാഫ്റ്റിന്റെ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഒരു വെക്കേഷൻ ടൈമിലും കാര്യങ്ങളിലും എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മ എന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാനായിട്ട് വിടുമായിരുന്നു എന്നുള്ളത്. അങ്ങനെ പോയി ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും പുതിയത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഞാൻ ഷാൻജോനോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ കുട്ടികളെ അമ്മച്ചീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ക്ലാസ്സിന് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. കലാഭവനിലൊക്കെ ഒരു 3 വർഷത്തോളം ഞാൻ പോയി. എനിക്കിഷ്ടമുള്ള ക്രാഫ്റ്റും പെയിന്റിങ്സും കാര്യങ്ങളും ജ്വല്ലറി മേക്കിങ്ങും നൈഫ് പെയിന്റിങ് അങ്ങനെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ കോപ്പർ എൻഗ്രേവിങ്, മെറ്റൽ എംബോസിങ്, അങ്ങനെ അതുപോലെയുള്ള കുറെ ക്രാഫ്റ്റ് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് കുറെ പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ സമയം കണ്ടെത്തി ലൈഫിൽ പഠിക്കാനായിട്ട് നോക്കുക. അതൊക്കെയാണ് നമുക്ക് മാരേജ് കഴിഞ്ഞാലും ഇതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അതിന് നമുക്ക് പറ്റുന്ന ഒരു പാർട്ട്ണറെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമുക്ക് പിന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ കുട്ടികൾ കുഞ്ഞായിരുന്ന സമയത്തും ഞാൻ വെക്കേഷൻ ക്ലാസ്സുകൾ വെക്കാറുണ്ട്. ഞാൻ ഈ ഫ്ലാറ്റിലോട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ആയതിനു ശേഷവും ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു 1-2 വർഷം ഞാൻ ചെറിയ കുട്ടികൾക്ക് ക്ലേ മോഡലിങ്ങിന്റെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. റീസെന്റ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങുന്നതിന് ഒരു കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വീട്ടിൽ ക്രോഷ്യോന്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്നുള്ളവരെ അലൗ ചെയ്യില്ല അങ്ങനെ. അപ്പൊ അത് കാരണം കൊണ്ട് എൻ്റെ ഇവിടെ പഠിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് പേര് വന്നിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ ഞാൻ ഡാൻസ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. കുട്ടികളൊരു 3-4 പഠിക്കുന്ന ഒരു ടൈമില്. അപ്പം വെറുതെ ഇരിക്കുന്നിട്ടൊന്നുമില്ല, നമുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ മാനേജ് ചെയ്ത് അങ്ങനെ പോയി. അതാണ്. അപ്പം എങ്ങനെയാണ് ചെയ്തിരുന്നേന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. അപ്പം എനിക്ക് വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എനിക്ക് കുറച്ചും കൂടി നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന മാതിരിയുള്ള ക്വസ്റ്റ്യൻസുകൾ എടുത്തിട്ടാണ് ഇപ്പൊ ആൻസർ ചെയ്തത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും കേട്ടോ. ഞാൻ ഇത് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ വന്നതിന് തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന അത്രയും ഇപ്പൊ തന്നെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് എടുത്ത് വന്നപ്പോൾ തന്നെ ഞാനെന്നാ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചെടുക്കുന്നതാണ്. അപ്പം ഇനിയും എനിക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വല്ല കാര്യങ്ങൾ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ അതിനൊക്കെ ആൻസർ ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ആൻസർ ചെയ്യും. അപ്പം ഒരുവിധം ക്വസ്റ്റ്യൻസുകൾ എനിക്ക് അയച്ചത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മൊത്തത്തിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരുവിധം എനിക്ക് അയച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഞാൻ കവർ ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് അല്ലാതെയും ഒത്തിരി കമന്റ്സ് വരാറുണ്ട് കേട്ടോ.
കുറേ നമുക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്ന മാതിരത്തെ ഒരുപാട് കമന്റ്സുകൾ, കുറെ ഒരു അമ്മയാന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോളെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, ചക്കര ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെയുള്ള മെസ്സേജുകൾ. പിന്നെ ഈ ആഴ്ച ക്രോഷ്യ ഇല്ലേ ചേച്ചി, ക്രോഷ്യയുടെ വീഡിയോസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോകളും വരാറുണ്ട്. ഞാൻ എല്ലാ മാസവും മാക്സിമം ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ, 1-2 വീഡിയോസ് വെച്ചിട്ട്. അപ്പം അത് എടുക്കാനായിട്ട് കുറച്ചൊരു ടൈം എടുക്കും, അതുകൊണ്ടാണ്. അപ്പം വീഡിയോസ് ഇഷ്ടമായി എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള വീഡിയോകൾ വേണമെന്നും പറഞ്ഞിട്ട് ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോസ് കുറച്ചും കൂടി എനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം.